സംഖ്യ കൂടാതെ വണ്ണം, അത് കേൾക്കാതെ വണ്ണം കർത്താവിൻ്റെ അനേകരാന്ന് രക്ഷാപ്രവർത്തനം ചെയ്യുന്നവരൊക്കെയും അവർക്കൊരു സഹായമായി തന്നെ കർത്താവിൻ്റെ കൃപ അവിടെ വെളിപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഒന്നും കൂടെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവെ, ദുരിതത്തിലായിരിക്കുന്ന ജനത്തെ ഓർത്ത് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, അവരുടെ ദുരിത അവസ്ഥകൾ വിട്ടു മാറട്ടെ. കർത്താവെ, മരണസംഖ്യ കർത്താവ് ഇപ്പോൾ തന്നെ എൻ്റെ യേശുവെ അതിൽ നിന്നും വലിയൊരു കർത്താവ് ഇനി ഒരു വാക്ക് പോലും, ഒരു മരണസംഖ്യ പോലും കേൾക്കാതെ വണ്ണം കർത്താവെ അങ്ങ് സഹായിക്കണം. അപ്പം ഈ മുന്നോട്ട് കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവെ അങ്ങ് തുണയായിട്ട് അവരെ നിൽക്കുമാറാകണം. അപ്പം മുന്നോട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്നല്ലോ. അപ്പം ഇന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെയും കർത്താവെ ഞങ്ങളെ ശക്തി ഉള്ളത്. കർത്താവെ, ഞാൻ ഈ ദേശത്തെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പം നമ്മളൊരിക്കലും സെപ്പറേറ്റ് അല്ല, നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രകൃതി ദുരന്തങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ നമുക്കറിയാം കർത്താവ് സഞ്ചരിച്ച പടകിൻ്റെ മേൽ കാറ്റും കോളും വന്നെന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞു, നാഥാ, ഞങ്ങൾ കൊണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ എനിക്ക് പരിപൂർണ ജയമാണ്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാൻ, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിയുടെ മേൽ, കാലാവസ്ഥയുടെ മേലൊക്കെയും കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മ അനേകർക്ക് ദൈവകൃപയിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവകൃപയിൽ ഓരോ ദിവസവും കർത്താവ് ഇടയാക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ അയച്ച് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രായമോ നമ്മുടെ സ്ഥലമോ നമ്മൾ ജനിച്ച അന്തരീക്ഷമോ ഒന്നും നോക്കരുത്. കർത്താവായ യേശുവിൽ നിങ്ങൾ വളരുന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്, യേശുവിലുള്ള മാർഗമാണ്. നിങ്ങൾ ബൈബിൾ നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈബിൾ വായിച്ചാൽ മാനുഷിക ബുദ്ധിയിൽ നമുക്കത് വായിച്ചാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട സാക്ഷ്യങ്ങൾ, വർഷങ്ങളായി 9, 10, 8 വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ, കഴിഞ്ഞ ദിവസം കേട്ടില്ല നമ്മൾ, രോഗങ്ങൾ അവരുടെ ശരീരം വിട്ട് മാറിപ്പോയതും, വലിയ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ, തേയ്മാനങ്ങൾ വിട്ടുമാറി, അതൊക്കെ നമുക്ക് വലിയ അത്ഭുതമാണ്. നിങ്ങളത് എത്രത്തോളം ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും ഈ സാക്ഷ്യം എല്ലാം കേട്ടതിന് ശേഷം പിന്നീട് ചിന്തിക്കും, മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം തേഞ്ഞു പോയാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തിലൊരു മോട്ടോർ ബൈക്കിൻ്റെ ആയിക്കോട്ടെ, ഒരു കാറിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മെഷീൻ തേഞ്ഞ് തീർന്നാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് കേടാണെങ്കിൽ അത് തിരിച്ചു മാറ്റി പുതിയത് വെച്ച് പിടിപ്പിച്ച് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓടിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു അവയവത്തിന് തേയ്മാനം വന്നാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെയിൻ കില്ലർ കൊണ്ട്, വേദന സംഹാരി കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക. എന്നാൽ അതിൽ നിന്നൊക്കെയും ഒത്തിരി ആളുകൾ നമ്മുടെ നടുവിൽ സാക്ഷ്യം പറഞ്ഞു, മുട്ടിന് തേയ്മാനമായിരുന്നു, ഒത്തിരി വിശ്വസിച്ചോണം കർത്താവ് എനിക്ക് വേണ്ടി സൃഷ്ടിക്കും. ഇനി ഒരു വഴിയില്ലെങ്കിലും ഒരു സാധ്യതയില്ലെങ്കിലും പുതുവഴി ദൈവം തുറക്കും. മനസ്സിലായിക്കോണം, എപ്പോഴും ഓർത്തോണം, ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ അനുകൂലമല്ലെങ്കിലും ദൈവം പുതുവഴി ഉണ്ടാക്കിയെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വേണം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചിട്ട് പറയണം, വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. വചനത്തിലൂടെ മാത്രമാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു, 9 വർഷമായിട്ട് യേശുവിനെ അറിഞ്ഞ സഹോദരിയാണ്. 9 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മകൻ്റെ വിഷയം നമ്മൾ ഇന്നലെ സാക്ഷ്യം കേട്ടല്ലോ. 8, 9 വർഷമായിട്ട് മകന് ശാരീരികമായിട്ട് രോഗമായിരുന്നു. 9 വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു വ്യത്യാസമോ ഒരു സൗഖ്യമോ കണ്ടില്ല. പക്ഷേ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് അത് എഫക്റ്റ് എന്നുള്ള വചന തിരിച്ചറിവിൽ ആ വചനം മനസ്സിലാക്കി പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റയടിക്ക് 9 വർഷമായിട്ട് മാറാത്തത് മാറി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കേൾക്കപ്പെടുന്ന വചനത്തിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടിയത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് വചനം കേൾക്കുവാൻ ശ്രദ്ധ ചെലുത്തുക. കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഒരു വചനം ഇന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഈ സമയത്ത് പലയിടങ്ങളിലും കറണ്ടില്ല, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ പ്രാർത്ഥന ഒരു ബലമാണ്, അവർക്കും ഒരു ബലമാണ്. വചനം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. വചനത്തിലൂടെയാണ് നമുക്ക് ഈ പ്രവൃത്തിയിലേക്കൊക്കെ കയറാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചു തുടങ്ങി കൊടുത്തുനിന്ന് തന്നെ വീണ്ടും ഇന്ന് ആരംഭിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് ആരംഭിക്കുവാനിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കും. ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനേകർക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ഇവിടെ വചനം പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് കാണാൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇന്നലെ പറഞ്ഞ വാക്യത്തിൽ നമ്മൾ നിർത്തിയായിരുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി,
ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവന് പാനപാത്രം എടുത്ത്, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ശ്രദ്ധിച്ചോണം, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. 24-ാം വാക്യത്തിൽ പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ രക്തമാണ്. എന്തിനാണ് ഇവിടെ ബൈബിളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എൻ്റെ വിഷയങ്ങൾ മാറുമോ? നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ പ്രശ്നം മാറുമോ? കാര്യം ബൈബിളിൽ ഒരു സ്ഥലത്തും എന്നെപ്പറ്റി എഴുതിയിട്ടേയില്ല. എന്നെപ്പറ്റിയോ എൻ്റെ വിഷയത്തെ പറ്റിയോ എൻ്റെ കുടുംബത്തെ പറ്റിയോ എൻ്റെ കുടുംബക്കാരെ പറ്റിയോ എൻ്റെ വീട്ടുപേരോ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു സംശയം വരുന്നത്. കാരണം ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും എന്നെപ്പറ്റി എഴുതിയിട്ടില്ല. ബൈബിളിൽ അതിന് പകരം ബൈബിൾ എഴുതിയേക്കുന്ന ഒരു വാക്യമാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ 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 എന്നൊരു പദം ബൈബിളിൽ എല്ലായിടത്തും കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഇന്നൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇന്ന് സ്കൂളിൽ പിള്ളേർ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ പുസ്തകം മേടിക്കാൻ വേണ്ടി സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങും. അത് ഏതെങ്കിലുമൊക്കെ ഒരു ഒരു സൊസൈറ്റിയിൽ അടിച്ച പുസ്തകങ്ങളായിരിക്കും. ആ പുസ്തകം നിങ്ങൾ തുറന്നു നോക്കിയാൽ ഒറ്റ പുസ്തകത്തെ നിങ്ങളുടെ പേരില്ല. പക്ഷെ നമ്മൾ ആ പുസ്തകം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ലേബൽ എടുത്ത്, പണ്ടത്തെ കാലത്തോട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഒരു ലേബൽ എടുത്തുകൊണ്ട് വന്ന ലേബലിൽ നമ്മുടെ പേരെഴുതുന്ന നിമിഷം മുതൽ ആ ബുക്ക് പിന്നെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. അതുവരെ അത് സൊസൈറ്റിയിലായിരുന്നു, അതുവരെ അച്ചടിച്ച ആ സ്ഥലത്തായിരുന്നു. പക്ഷെ എപ്പോഴാണോ ആ പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് അതിലൊരു ലേബൽ ഒട്ടിച്ച്, ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ, നിങ്ങളും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ലേബൽ ഒട്ടിച്ച് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പേരെഴുതുന്നത് ആ നിമിഷം മുതൽ ആ പുസ്തകം പിന്നെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ബൈബിളിൽ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ വചനം നോക്കിയിട്ട് എൻ്റെ പേര് അവിടെ ഇല്ലല്ലോ എന്ന് പറയരുത്. യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഞാൻ ഇനി പറയേണ്ടത് എൻ്റെ പേര്. ഞാനിപ്പോൾ പറയാണ്, യേശു നിഖിലിന് വേണ്ടി ശരീരം തകർക്കപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? യേശു നിഖിലിന് വേണ്ടി. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് വേണം ബൈബിൾ എടുക്കാൻ. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ വചനം സ്വന്തമാകത്തുള്ളൂ. ഈ കുറേ നാളുമായിട്ട് ദൈവകൃപയാൽ ഈ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് ബൈബിളിനുമൊക്കെ ചില സ്വഭാവങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയെ പറ്റി കഴിഞ്ഞ ദിവസം കേട്ടു. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന നമ്മൾ 18-ാം അധ്യായം, സാധാരണ എല്ലാവരും നേരെ 20 പോയി എടുക്കുന്നത്, 19 പോയി എടുക്കുന്നത്. നമ്മളത് 18 മുതൽ 19, 20 വരെ എടുത്ത സമയത്ത് ഈ ദൈവത്തെ ചലിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. ദൈവത്തിൽ നിന്ന് എങ്ങനെയാണോ അത്ഭുതത്തെ പ്രാപിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ കാര്യത്തെ ഉപയോഗിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ബൈബിളിൽ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. പല സന്ദർഭങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയത്തുള്ളൂ. അവർക്ക് പിടികിട്ടി ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന്. അങ്ങനെ മനസ്സിലാക്കിയ ഒത്തിരി ആൾക്കാർ ബൈബിളിലുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ ഒറ്റ ഉദാഹരണം പറയുകയാണ്. യാക്കോബിന് മനസ്സിലായി തൻ്റെ മുമ്പിൽ ദൈവത്തെ ഇപ്പോൾ വട്ടം പിടിക്കാം. യോശുവയ്ക്ക് മനസ്സിലായി പിറുപിറുക്കുന്ന ജനത്തിന്റെ കൂടെ നടന്നാൽ എനിക്ക് ഉറപ്പാ മരുഭൂമിയിൽ ഞാൻ തീരും, സർപ്പത്തിന്റെ കടി കൊണ്ട് ഞാൻ തീരും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തീരും. അപ്പൊ ഒരു മർമ്മം പിടികിട്ടി. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തോട് ചേരുക. ദൈവത്തോട് പറ്റിയിരുന്നാൽ ഒരു ഗുണമുണ്ട്. ദൈവത്തോട് പറ്റിയിരുന്നാൽ ഒരു സർപ്പത്തിനും എന്നെ കടിക്കാൻ പറ്റത്തില്ല, ഒരു മരുഭൂമിയിലും ഞാൻ പട്ടുപോകത്തില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി മർമ്മങ്ങളുണ്ട് ബൈബിളിൽ. നമുക്ക് പിന്നീട് ഒരു ദിവസം നമ്മളത് സംസാരിക്കാം. ഇവർക്കെല്ലാം പിടികിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ബൈബിളിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ വചനത്തെ സ്വന്തമാക്കണം നിങ്ങളുടെ പേരിലേക്ക്. നമ്മൾ കഴിഞ്ഞ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. ഒരു സഹോദരി മകന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ആ മകന്റെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ വചനം പറയുകയാണ്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താണ് പുതിയ നിയമം? നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ബൈബിളിൽ ഒത്തിരി പ്രത്യേകതയുണ്ട്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സ്പീരിയൻസുകളെ തരുന്ന, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഒരാളുടെ പോലും സഹായമില്ലാതെ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നു, നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, പരദേശികളായി ജീവിക്കരുത്. ഒന്നുകൂടെ ഞാനൊരു വാക്ക് ഇന്നലെ ഉപയോഗിച്ചായിരുന്നു. ഞാൻ ആ വാക്ക്, ഒരു കുടിയേറ്റക്കാരനെ പോലെ വിശ്വാസിയായാൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. കുടിയേറി പാർക്കുക.
നമ്മുടെ കാര്യത്തിൽ ഒത്തിരി കുടിയേറിയ ആൾക്കാർ വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൗരത്വമുള്ളവരല്ല. പക്ഷെ അവർക്ക് എന്ത് കിട്ടും? ചില രീതിയിൽ ഒരു ഫേവർ കിട്ടും. പലപ്പോഴും നിങ്ങൾ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, വചനം കേൾക്കുന്നില്ല, പക്ഷെ ഒരു അത്ഭുതം ഉണ്ടായാൽ നിങ്ങൾ ചിന്തിക്കരുത് കർത്താവ് നിങ്ങളെ എപ്പോഴും സഹായിക്കുമെന്ന്. അതൊരു അഭയാർത്ഥിയോട് കാണിക്കുന്ന ഒരു ഫേവറാണ്. അതെപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ കർത്താവിനെ യേശുവിനെ സ്വീകരിച്ച് പുതിയ നിയമത്തിൻ്റെ അകത്തോട്ട് കയറിയാൽ പിന്നെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, കൂട്ടായ്മയിലും വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെട്ടാൽ ഒറ്റ കാര്യം ഞാൻ പറയാം, എന്നാ പ്രശ്നം വന്നാലും ഫേവർ അല്ല വെളിപ്പെടാൻ പോകുന്നത്, കൃപയാണ് വെളിപ്പെടാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞു നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് പുതിയ നിയമം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഞാൻ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. എന്താണ് പുതിയ നിയമം എന്ന് പറയുന്നത്? ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആകയാൽ പ്രശംസ എവിടെ പോയി? ഏത് മാർഗത്താലോ കർമ്മമാർഗത്താലല്ല, വിശ്വാസ മാർഗത്താലത്രേ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, ആകയാൽ പ്രശംസ എവിടെ പോയി? ഒരു ചോദ്യമാണ്. പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാക്കില്ല, ഒറ്റ വാക്കിലെ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യരുത്. എന്താണ് ഈ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ? പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയുക. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു വാക്ക് പറയും, ഞാൻ ഉണ്ടായിരുന്നുകൊണ്ട് ആ കാര്യം നടന്നു, ഞാനത് ഞാൻ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന സംഭവം, ഞാൻ എന്ന വ്യക്തി. ഇപ്പം ഉദാഹരണമായിട്ട് പറയാ, ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നിരിക്കട്ടെ, അവിടെ ഞാൻ സഹായിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് നേടിയെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ സഹായിച്ചെങ്കിൽ നിങ്ങൾ എന്നെ കൂടാതെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങളുടെ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആകത്തില്ല. അപ്പൊ ഇവിടെ പറയുകയാണ് പ്രശംസ എവിടെ? അത് പോയി. പ്രശംസിപ്പാനുള്ള വകുപ്പ് പുതിയ നിയമത്തിലില്ല. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലല്ല, ഇത് വിശ്വാസമാർഗം. കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒറ്റ വാക്കി പറയാൻ പറ്റുമോ എന്താണ് ഈ കർമ്മമാർഗം എന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ആമേൻ. കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അല്ലെ. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്നതിൻ്റെ അർത്ഥം. അതായത് ഞാൻ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഒരു കർമ്മം ചെയ്താൽ ബൈബിൾ പറയുന്നു നിങ്ങൾ പുതിയ നിയമത്തിലല്ല നിൽക്കുന്നത്, ഇപ്പോഴും പഴയ നിയമത്തിലാണ്. കുഴപ്പമില്ലല്ലോ ബ്രദറെ, എനിക്ക് എവിടെയും നിന്നാൽ മതി. പക്ഷെ പഴയ നിയമത്തിൽ നിന്ന ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ പുത്രനല്ല. ഒന്ന്, നിങ്ങൾ മകളുമല്ല മകനുമല്ല, ദാസന. ദാസന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്ക് വന്നെന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വന്ന് പറമ്പ് കളയ്ക്കാനും ഒക്കെ ജോലിക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു. നിങ്ങളുടെ വീട്ടിൽ നല്ല ഒന്നാന്തരം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക, എല്ലാ കാര്യം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ പറമ്പിൽ പണിക്ക് വന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഉച്ചയായപ്പം എനിക്ക് വിശന്നു. നിങ്ങളുടെ അടുക്കളയിലാണെങ്കിൽ ബിരിയാണി ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന ബിരിയാണി കിട്ടുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ? പറ. ഇനി ഉണ്ടെന്ന് പറഞ്ഞോട്ടെ ഞാൻ ചോദിക്കും, എന്ത് യോഗ്യതയാ എനിക്ക് നിങ്ങളുടെ അടുക്കളയിലുള്ള ആ ബിരിയാണി കിട്ടാനുള്ള യോഗ്യത? എനിക്കത് കിട്ടാൻ യോഗ്യത ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ഇഷ്ടമാണത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തരാം. കാര്യം ഞാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ല, ഞാൻ അവിടെ ദാസനായി വന്നിരിക്കുന്ന ആളാണ്, ഞാൻ അവിടെ വേല ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണ്. എന്നെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് എന്താണ്? കൂലിക്കാരൻ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേഗത്തിലെടുക്കാം. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസി ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ പ്രവർത്തിച്ചാണ് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ദാസനാണ്. ഈ ദാസന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് ഫേവർ തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ ആ പുള്ളി രാവിലെ മുതൽ ഉച്ച വരെ പണിയുകയാണ്, എന്നാൽ ഇച്ചിരി ആഹാരം കൊടുത്തേക്കാം. നിങ്ങളുടെ ഫേവർ പോലെ ഇരിക്കും, നിങ്ങളുടെ കരുണ പോലെ ഇരിക്കും എനിക്ക് ആഹാരം കിട്ടുക എന്നുള്ള ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കുക ആ പുള്ളിക്ക് കൊടുക്കുകയൊന്നും വേണ്ട, പുള്ളിയുടെ വീട്ടിൽ പോയി കഴിച്ചോട്ടെ എന്ന് തീരുമാനിച്ചാൽ അവിടെ കൊണ്ട് തീർന്നു. മനസ്സിലാവുന്നു? പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു മകളോ മകനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ്, എനിക്ക് ബിരിയാണി കൊടുക്കാൻ താല്പര്യമൊന്നും ഇല്ലെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് കേൾക്കുക പോലും ഒന്നുമില്ല, ഒരു പ്ലേറ്റ് എടുത്ത് വിളമ്പി കഴിക്കും. കാരണം അവനറിയാം, ആ കുഞ്ഞിനറിയാം അത് അവകാശമാണ്. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ?
ഇതാണ് പഴയ നിയമം. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിലേക്ക് ഒരു വ്യക്തി കയറിയാൽ നിങ്ങൾക്ക് അവകാശത്തിലോട്ടാണ് കയറുന്നത്. പഴയ നിയമത്തിലേക്ക് ഒരു വ്യക്തി കയറിയാൽ അവൻ അവകാശത്തിലല്ല, ദൈവത്തിന്റെ കരുണയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് കരുണ തോന്നേണ്ടവരോട് എനിക്ക് കരുണ തോന്നുകയും, റോമലേഖനം പറഞ്ഞു എനിക്ക് കനിവ് തോന്നേണ്ടവരോട് കനിവ് തോന്നുകയും ചെയ്യും. ഇപ്പൊ മനസ്സിലായോ? അതിന്റെ അർത്ഥം ദൈവത്തിന് ഇഷ്ടം തോന്നുക. ദൈവം പറയുക, എനിക്ക് ഇവനെ അനുഗ്രഹിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കും. തോന്നിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, തീർന്നു പരിപാടി. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഏകദേശം ഒരു കണക്കിലങ്ങ് പറഞ്ഞതാണ് പഴയ നിയമത്തെ പറ്റി. ഇതാണ് കർമ്മമാർഗം. ഇത് ചെയ്താൽ കിട്ടും, ചെയ്തില്ലെങ്കിലോ ഒന്നുമില്ല. പക്ഷെ വിശ്വാസമാർഗം അതല്ല. വിശ്വാസമാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. യേശു ക്രിസ്തു പറഞ്ഞു, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. അതിന്റെ അർത്ഥം ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന നിയമം. ഇപ്പൊ പിടികിട്ടിയോ? എന്റെ രക്തം ചൊരിഞ്ഞ് ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പുതിയ നിയമം. ഈ നിയമത്തിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, ഈ നിയമം ചലിക്കുന്നത് വിശ്വാസത്താലാണ്. ഇനി ഈ വചനം കേട്ടോടിക്കുക, നിങ്ങൾ ഒരു വചനം പിടിച്ചോണ്ടിരിക്കുക, കർത്താവേ അങ്ങയുടെ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവേ ഞാൻ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങളത് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ആ വചനത്തിന് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ വചനം ഏത് നിമിഷം മുതലാണ് നിങ്ങൾ പറയാൻ തുടങ്ങിയത്, ആ നിമിഷം മുതൽ ആ വചനം നിങ്ങളുടെ അവകാശത്തിലേക്ക് വന്ന് കയറിയിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? അത് നിങ്ങളുടെ അവകാശമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു, നിയമത്തെ പറ്റി പറഞ്ഞു. നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമത്തിന്റെ പിന്നിൽ ഒരു രാജ്യമുണ്ട്. ആ നിയമത്തിന്റെ പിന്നിൽ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെയാണ് നിയമം. അപ്പൊ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് സ്നാനത്തിലൂടെയൊക്കെ രക്ഷാ പദ്ധതിയിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന അറിയാവോ? അവിടെ മുതൽ നിങ്ങൾ നിയമത്തിലാണ്. എന്റെ കൂടെ എന്ന് പറഞ്ഞേ, ഞാൻ നിയമത്തിന് അധീനനാന്ന് പറ. ഞാൻ നിയമത്തിന് ഞാൻ നിയമത്തിന് അധീനനാണ്. ഇപ്പൊ മനസ്സിലാവുന്ന പറഞ്ഞാൽ നിയമത്തിന് അധീനനാന്നുള്ളത് നിങ്ങളുടെ അകത്തോട്ട് കയറണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിയമത്തിന് അധീനനാണെങ്കിൽ എന്താ നിയമം എന്ന് പഠിക്കണം. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, ഇപ്പം കുഞ്ഞു വീടായിരിക്കും, ചിലപ്പോൾ വീടില്ലായിരിക്കും, വാടകയ്ക്ക് താമസിക്കുമായിരിക്കും. പക്ഷെ അയാൾക്ക് ഗിഫ്റ്റ് തരാൻ വരുന്ന ആള് ചിലപ്പം വലിയ സ്വത്തുള്ള മനുഷ്യനായിരിക്കും. അയാൾ ചിന്തിക്കുകയാണ്, ഇവന് വീടുമില്ല, ഒന്നുമില്ല, വാടകയ്ക്കാ താമസിക്കുന്ന, വീടില്ല, വഴി കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പം അങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ആരാണോ കൊടുക്കുന്നത്, കൊടുക്കുന്നയാൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അയാൾ എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്റ്റാൻഡേർഡിൽ എപ്പോഴും ഗിഫ്റ്റ് വാങ്ങും. നമ്മൾ അങ്ങനെയല്ലേ? നിങ്ങൾ വാങ്ങിക്കുന്നത് ആർക്കുള്ള ബർത്ത്ഡേ ഫംഗ്ഷൻ? നിങ്ങളൊരു ബർത്ത്ഡേ, ഇപ്പൊ എനിക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നു, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കും, എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്റെ സുഹൃത്താ, പക്ഷെ നിങ്ങൾ വലിയ കഴിവും ഉള്ള മനുഷ്യനാ, വലിയൊരു ധനാട്ടിനായ മനുഷ്യനാ. അപ്പൊ എന്നെ നോക്കിയിട്ടല്ല നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങേണ്ടത്. നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത് വലിയ ഗിഫ്റ്റുകളായിരിക്കും. എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്തതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്നത്. ഇതിന്റെ പേരാ കൃപ, അർഹിക്കാത്ത നന്മ. ഞാൻ അർഹിക്കുന്ന ചിലപ്പോൾ ഒന്നുമില്ലാത്തവനായ ഞാൻ അർഹിക്കുന്ന ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ലെന്നായിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കും. ഇതാണ് പുതിയ നിയമം. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ, നിങ്ങൾ ഇത് ഒറ്റ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. പക്ഷേ പിശാച് നമ്മളെ കലക്കി പലപ്പോഴും കർത്താവിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ബ്രദറെ ഞാൻ എന്നാ ചെയ്യണം, ഒരു ടെൻഡൻസി നമ്മുടെ അകത്ത് കൊണ്ടുവരും. ഇതെന്താ ഇതിന്റെ തന്ത്രം ഞാൻ പറഞ്ഞു തരാം. എന്നാ ചെയ്യും എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ബ്രദറെ എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ചോദ്യം, ബ്രദറെ എത്ര കാശ് വേണമെങ്കിലും മുടക്കാന്ന് പറഞ്ഞ ആൾക്കാർ വരും. എത്ര കാശ് വേണമെങ്കിലും, എത്ര പൈസ വേണേലും. 2018-ലോ 16-ലോ ഉണ്ട് ഞാൻ വലിയ ചോദ്യം, എത്ര വേണേലും മുടക്കാം, എവിടെ വേണേലും ബ്രദറിനെ വന്ന് ഞാൻ കാണാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എന്നെ വന്ന് കണ്ടുകൊണ്ട് കുറെ കാശ് തന്നുകൊണ്ട് ഒരു കാര്യവുമില്ല, രക്ഷപ്പെടണോ ഒറ്റ വഴി, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ഇത് കർമ്മമാർഗമല്ല, വിശ്വാസമാർഗമാണ്. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു രാജ്യത്തിലോട്ട് കയറുന്നു. അതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു നിയമത്തിലോട്ട് കയറുന്നു. നമ്മൾ പറയത്തില്ല, ഒരു പ്രോട്ടോകോൾ ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ? ഈ നിയമം ലംഘിച്ച് പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ഈ നിയമത്തിന്റെ അകത്തോട്ട് കയറിയാൽ പിന്നെ പിശാച് നിങ്ങളുടെ തലയ്ക്ക് മീതെയല്ല, പിശാച് നിങ്ങളുടെ കാൽ ചുവട്ടില. ഈ നിയമത്തിലോട്ട് കയറിയാൽ രോഗം നിങ്ങളുടെ മേലല്ല, നിങ്ങളുടെ കാൽ ചുവട്ടില.
ഈ നിയമത്തിന്റെ അകത്ത് കയറിയാൽ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. പ്രശ്നം ായിരുന്നു, എനിക്ക് തന്നെ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ കയ്യിലൂടെ ഒരു രോഗി സൗഖ്യമാകുമെന്ന്. പക്ഷെ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന വചനപ്രകാരം അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബലം എവിടുന്ന് കിട്ടി? ഈ തിരിച്ചറിവുണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ ആ രോഗി അവിടെ കിടന്ന് തീർന്നേനെ. പക്ഷെ അത്രയും സീരിയസ് ആയിരിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ഉണ്ടായത് എങ്ങനെയാ? അദ്ദേഹത്തിന് വചനം കേട്ടപ്പോൾ മനസ്സിലായി എന്റെ കാര്യത്തിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം കൈവച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഫോൺ കോൾ വന്ന് ICU കടന്ന പേഷ്യന്റ് നേരെ വാർഡിലോട്ട് മാറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ കേട്ടതാ സാക്ഷ്യം, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. ആദ്യമായൊരു അനുഭവം. ശ്രദ്ധിച്ചോണം. അപ്പൊ ഇതേപോലെ കുറേ എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് തുറന്നിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ വ്യക്തമായി കാണാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ എന്താണോ സംഭവിക്കുവാൻ പോകുന്നത്, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ, കൃപാവരങ്ങളിലൂടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് നിയമമാണ്. എന്താ നിയമത്തിന്റെ പ്രത്യേകത? നിയമം നടപ്പിലായേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും പോലീസുകാർ വന്നിട്ട് പറയാ, സഹോദര ഇത് നിയമമാ കേട്ടോ, സഹോദരൻ ഒന്ന് ഹെൽമെറ്റ് വെക്കാവോ? ഏതെങ്കിലും പോലീസുകാരൻ വന്ന് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും പോലീസുകാരൻ വന്നിട്ട് സഹോദര ഒന്നനുസരിക്കും, ഇതൊരു നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ പോലീസുകാർ വന്നിട്ട് നിയമം അങ്ങനെ പറയാത്തത്? എന്തുകൊണ്ടാണ് ഒരു പോലീസുകാരനും വന്നിട്ട് സഹോദര സഹോദരി ഒന്ന് ഹെൽമെറ്റ് വെക്കാവോ, ഇങ്ങനൊരു നിയമം ഉണ്ട് കേട്ടോ, ഒന്ന് വെക്കാവോ? നമ്മുടെ അപേക്ഷിക്കാത്തതിന്റെ കാരണം നിയമത്തിന്റെ പ്രത്യേകത അനുസരിക്കുക എന്നുള്ളതാ. ഇതിന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു എന്ന് യേശു പറഞ്ഞാൽ അനുസരിക്കണം. എന്താ അനുസരിക്കേണ്ടത്? ഞാൻ വിശ്വാസത്താൽ അത് കാണ്ടിരിക്കും. നിങ്ങൾ അനുസരിക്കണം. രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗം മാറിയാൽ മതിയായിരുന്നു. അല്ല, ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ നിയമം നടപ്പിലാക്കണം. ആര് നടപ്പിലാക്കണം? നിയമത്തിലുള്ള നിങ്ങളാണ്. ബൈബിൾ പറയുന്നു, നിങ്ങളെ സ്ഥാനാധിപതികളാക്കി ദൈവം വെച്ചിരിക്കുന്നു. അയ്യോ, മനസ്സിലായിക്കൊണ്ടോ? ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാക്കി നിങ്ങളെ വെച്ചിരിക്കുക. പക്ഷെ നമ്മൾ ഇവിടുന്ന് കരയുക. ഈ ദിവസങ്ങളിൽ കൈവച്ചിട്ട് പറയണം, ഞാൻ ഇരിക്കുന്ന രാജ്യത്തിന്റെ നിയമത്തിൽ രോഗമല്ല സൗഖ്യമാണുള്ളത്. നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യയെ കാണിക്കുന്നത് പോലെ ഒരു പരിപാടി കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയെ വന്നിട്ട് അവിടെ കാണിക്കുന്ന നിയമം ലംഘനം ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. വ്യത്യാസങ്ങളുണ്ട് ഓരോ രാജ്യത്തിനും. അതേപോലെ ദൈവരാജ്യത്തിന്റെ നിയമങ്ങളെ നാം മനസ്സിലാക്കണം. കഷ്ടതയല്ല, അസമാധാനക്കേടല്ല, സന്തോഷമില്ലാത്ത അവസ്ഥയല്ല, പ്രതികൂലമല്ല, പ്രതിസന്ധിയല്ല. ഇതിനൊക്കെയും ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ജയമാണ് ദൈവത്തിന്റെ പ്ലാൻ. ഇത് നടപ്പിലാകും. ഇത് അനുസരിച്ചേ നിങ്ങൾ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. പത്രോസ് ലീഗ പറഞ്ഞ, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് അങ്ങനെയൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് നിയമമാണ്. ഇതുകൊണ്ടാണ് ആദ്യം ദൈവം എന്തുകൊണ്ടെന്നറിയാം യഹൂദന്മാരെ തെരഞ്ഞെടുത്തത് സുവിശേഷം പറയാൻ. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കർത്താവ് യഹൂദനെ അല്ലാതെ മറ്റാരെ തിരഞ്ഞെടുക്കാതെ യഹൂദനെ തന്നെ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ കാര്യം? അവർക്കറിയാം എന്താ നിയമമെന്നും നിയമം ലംഘിച്ചാലുള്ള ശിക്ഷ എന്നാന്നും ദൈവത്തിന്റെ നിയമം എന്നാന്നും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരെ തന്നെ കർത്താവ് എടുത്തിട്ട് പറഞ്ഞു, ഇത് പുതിയ നിയമം എന്നുള്ള പ്രസംഗിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ഓരോ പ്രശ്നമുള്ളവനെ കാണുമ്പോൾ, രോഗത്തെ കാണുമ്പോഴേക്കും അവരുടെ പൊന്നോ വെള്ളി എനിക്കില്ല, ഇത് നിയമമാണ്, നീ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ചാടി എണീറ്റേ പറ്റത്തുള്ളൂ. നമ്മളെ നേരെ തിരിച്ച്, എൻ്റെ കർത്താവേ അവന്റെ കാലെന്ന് ശരിയാക്കണമേ, അവരുടെ കൃപ തോന്നണമേ. അത് നമ്മുടെ ചിന്തയിൽ എന്തുവാ? അവൻ ഇപ്പോഴും ദാസനാ കിടക്കുന്നവൻ. അവൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ചെങ്കിലും നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് അവൻ പുറംപണിക്ക് വന്ന ആളെ പോലെ പെരുമാറുന്നത് അല്ല. അവൻ അവകാശിയാണ്. ഇത് നിയമമാണ്. നീ എണീറ്റ് വന്നേ പറ്റത്തുള്ളൂ. രോഗികളായി എന്നെ കേൾക്കുന്നവർ, ഞാൻ ഇങ്ങോട്ട് പറയുന്നു, നിങ്ങൾക്ക് രോഗിയായി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? അവിടെ കിടക്കാൻ പറ്റത്തില്ല, എണീറ്റ് വന്നേ പറ്റത്തുള്ളൂ. ഇത് നിയമമാണ്. ഇത് കർമ്മമാർഗമല്ല. ബ്രദറെ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, കൈയെടുത്തൊന്ന് വെച്ച് ദേഹത്തോട്ട്, എന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലായോ? വിശ്വാസ മാർഗത്തിന്റെ പ്രത്യേകത നിങ്ങൾ പറയണം. പറയുമ്പോൾ വിശ്വാസം ഉണ്ടാകും. നമ്മൾ പഠിച്ചത് നേരെ തിരിച്ചല്ലേ ബ്രദറെ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, പക്ഷെ എന്നാലും എന്ന് എടുത്ത് മാറ്റിയിട്ട് ആദ്യം പറ. എന്നാലും തന്നെ പോവും. ആദ്യം നമ്മുടെ മനസ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അല്ലേ, നമ്മുടെ മനസ്സിന്റെ അകത്ത് വലിയൊരു ദൈവിക സമാധാനം വരും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം വരുമ്പോൾ നിർത്തരുത്, പിന്നെയും പറയണം. അപ്പൊ അത്ഭുതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു ചാൾസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിലേക്ക് നിർബന്ധം തരുക. ചാൾസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
യേശുവേ ആരാധന. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് നടുവിലുണ്ടാകട്ടെ അപ്പ. ഈ നിമിഷം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. രോഗത്താലൊക്കെ ഭാരപ്പെടുന്നവർ, നമ്മൾ ഇന്ന് 2 ദിവസങ്ങളിൽ കേട്ടു നിയമം. ഇന്നത്തെ 2ാമത്തെ ദിവസം ഇത് കർമ്മമാർഗമല്ല. ഇവിടെ നിങ്ങൾ ഇതിനു വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ, വിശ്വാസമാർഗം. ഇനി അതിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് ഈ വിശ്വാസമാർഗം എന്നുള്ളത്. വിശ്വാസമാർഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവകൃപയാൽ നമുക്ക് പോകാം. അപ്പം മനസ്സിലായിക്കോണം, ഇനി നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഒന്നും ചെയ്യണ്ട. അതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കണം എന്നുള്ളതല്ല, പറഞ്ഞുകൊണ്ടിരിക്കണം. തിരിച്ചറിയണം, ഞാനൊരു നിയമത്തിലാണ്. ഒരു പ്രശ്നം വരുമ്പം നിങ്ങൾ പരിശോധിക്കണം, ഈ നിയമത്തിലുള്ള എനിക്കിതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ ബൈബിളിൽ തപ്പിയെടുക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിയമം നമുക്കൊരു പുസ്തകമുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് പോലെ നമുക്കൊരു നിയമ പുസ്തകമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. അല്ലാതെ ഒരാളെ ഈ ദിവസങ്ങളിൽ ഒറ്റ കൂട്ടായ്മ മിസ്സാക്കരുത്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ നേരിടും. ഞാൻ പറയുന്നത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളല്ല. നിങ്ങൾ എന്നെ ഒരു ഓപ്പറേറ്ററായിട്ട് കാണരുത്. ഇത്ര ആളുകളെ കൂട്ടി വരുത്താനുള്ള കപ്പാസിറ്റി ഒന്നും മാനുഷികമായിട്ട് എനിക്കില്ല. പക്ഷെ ഇത്ര ആളുകളെ കൂട്ടി വരുത്തി ഇതിൻ്റെ അകത്ത് കയറ്റി ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇത്ര ആളുകളോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ എൻ്റെ മിടുക്കല്ല ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങളെയും എന്നെയോ ദൈവം ഉയർത്തുവാനും ദൈവം നമ്മുടെ സ്ഥിതി മാറ്റാനും ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 10 വർഷം മുമ്പ് ഈ 2012 ഞാൻ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്നുമില്ല. പക്ഷെ അന്ന് ദൈവം തന്നൊരു കൃപയുണ്ട്. വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താ പറയുക, വിളിച്ചു പറയുന്നവന് മാത്രമേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അതും ഇതും കേൾക്കാൻ പോരുത്, ആവശ്യമില്ലാത്തൊന്നും വിശ്വസിക്കാൻ പോരുത്, എല്ലാത്തിനും കയറി ആമേൻ പറയാൻ നിൽക്കരുത്, എല്ലായിടത്തും പോയി കൈ കൊടുക്കാൻ നിൽക്കരുത്. ശ്രദ്ധിച്ചോണം, നിയമത്തിന്റെ പുറത്തുള്ളവന് കൈ കൊടുക്കാൻ നിൽക്കരുത്. എപ്പോഴും പരിശോധിക്കണം. നിങ്ങളായിരിക്കുന്ന നിയമത്തിന് വിരോധമായിട്ട് ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രവചിച്ചാലോ ഏതെങ്കിലും സുവിശേഷകൻ പറഞ്ഞാലോ ആ പ്രവചനം പുതിയ നിയമവിശ്വാസി എന്ന നിലയ്ക്ക് പരിശോധിച്ചിട്ട് ആമേൻ പറയാവുള്ളൂ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ എനിക്കറിയത്തില്ല, ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. യൂട്യൂബിലാണോ സൂമിൽ എനിക്കറിയത്തില്ല. ഇസബെല്ല എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് തരും. ആ സഹോദരിയുമായി ബന്ധപ്പെട്ട് 2 തലമുറകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ദൈവം പറഞ്ഞു. ഇസബെല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൊട്ട് 2 തലമുറകളുമായി ബന്ധപ്പെട്ട് ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന ഒരു വാക്കുകൊണ്ട് പറയുന്നു. ഇസബെല്ല, ഇതെന്നെ ലൈവിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഏറ്റെടുത്തു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ദൈവം അയക്കാൻ പോകുന്ന ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിനും അത്ഭുതം ചെയ്തതിനും നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ദിവസങ്ങളിൽ എക്സാം ഉള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വന്നു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സകല വിഷയങ്ങളും അതിൻ്റെ മേൽ വന്നു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ സാക്ഷ്യത്തിന് വേണ്ടി തയ്യാറായിക്കണം. ഇതിന് ശേഷം നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ഇടപെടലുകളോ സംഭവിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ സൂം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അത് ഇൻക്രീസ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മളത് പുതിയ ലിങ്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. സ്തോത്രം ബ്രദറെ. ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ പലരുടെയും മെസ്സേജ് കേൾക്കുമ്പോഴെല്ലാം പിശാചിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മനസ്സങ്ങ് നമുക്ക് ഭയങ്കര എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് മനസ്സ്. പക്ഷേ ബ്രദറിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൃദയത്തിലങ്ങ് ഭയങ്കര ഒരു മോട്ടിവേഷൻ മാത്രമല്ല, ഒരു സമാധാനവും സന്തോഷവും. ഇതിന്റെ യാഥാർത്ഥ്യം എന്തോന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതൊരു ഭയങ്കര സന്തോഷം. സോറി സിസ്റ്റർ, മ്യൂട്ടായിപ്പോ. ഞാൻ 1-2 പേരെ മ്യൂട്ടായിപ്പോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഭയങ്കര ഒരു അനുഗ്രഹമാണ് ബ്രദറിന്റെ ഈ മെസ്സേജ്. നിങ്ങൾക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമാണ്. കാരണം ഇപ്പൊ യഥാർത്ഥമായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. ദൈവം ബ്രദറിനെയും കുടുംബത്തിനെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളെ
പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന കൃപകളാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ആവശ്യമില്ലാതെ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയരുതേ. ബ്രദറെ പറഞ്ഞോ പറഞ്ഞോ ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് സൂമിൽ കയറിയിട്ട് ഭയങ്കര അനുഗ്രഹം ബ്രദറെ. ഞാനാണെങ്കിൽ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ ജോലിയുടെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിൽ ഈ സൂമിൽ കയറണം സമയം ഇല്ലെങ്കിലും ഫോൺ കൊണ്ടുവച്ച് നിന്നോണ്ടാണെങ്കിലും അത് കേട്ടോണ്ടും അല്ലെങ്കിൽ ആ സമയം കണ്ടെത്തിയാണെങ്കിലും ഇത് കയറാൻ ഭയങ്കരമായിട്ട് എന്നെ ദൈവം അങ്ങ് പ്രേരിപ്പിക്കുക ബ്രദറെ. ഈ വചനത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങളാണ് എനിക്ക് തോന്നുന്നു ബ്രദറെ. ഭയങ്കരമായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് പിന്നെയും ഇത് കേൾക്കണം, ഇതിലൂടെ പ്രാർത്ഥിക്കണം എന്ന് ഭയങ്കരമായിട്ട് ദൈവ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുവാണ്. ഇത് തന്നെ നീ സംസാരിക്കണം, ഇത് തന്നെ നീ പറയണം, ഇതിനകത്ത് കേറണം, നീ ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്ന് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതേ. എനിക്ക് ഈ സൂമ് ഭയങ്കര അനുഗ്രഹമോ ബ്രദറിന്റെ ഈ വചനം ഒരുപാട് ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവ് വളർത്തട്ടെ. കർത്താവിന്റെ വലിയ കൃപയാൽ ദൈവം നടത്തട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ വൈഡ് ആക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ 500 എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്, ലിങ്ക് അയക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം കർത്താവ് നമ്മുടെ കൂട്ടായ്മയിൽ ഇനിയും അനേകർ വരാനുണ്ട്, അനേകർ കേൾക്കാനുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും അങ്ങനെ അയക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നല്ലോ. ഇനിയും കർത്താവ് വളർത്തും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞതുപോലെ തന്നെ ബ്രദറെ, ഈ സൂമിനകത്ത് കയറിയതിന് ശേഷം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ ലിങ്ക് പലർക്കും ദുഃഖിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം സമാധാനമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ബ്രദറിനെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ബ്രദറിനെ എത്രയും കർത്താവെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന്. കാരണം ഇത് കേൾക്കുന്നവ എല്ലാ കുടുംബങ്ങളും സമാധാനവും സന്തോഷവും കണ്ടെത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനകത്ത് കയറിയതിന് ശേഷം സമാധാനം എന്തുവാന്ന് ഞാൻ അറിഞ്ഞത്. ആമേൻ. തീർച്ചയായിട്ടും സഹോദരി, കർത്താവ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ ഇതല്ല. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വലിയ വില കൊടുത്ത്, ഞാൻ പറഞ്ഞു ഞാനൊരു നാവായിരിക്കുന്ന മാത്രമേ ഉള്ളൂ, ക്രൂശി കൊടുത്ത വിലയാണിത്. ആ സമാധാനമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. കർത്താവിൻ്റെ ത്യാഗമാണ് നമ്മുടെ അനുഗ്രഹം, കർത്താവിൻ്റെ ക്രൂശാണ് നമ്മുടെ സമാധാനവും സന്തോഷം. അതുകൊണ്ട് അത് കിട്ടി യേശുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ലഭിക്കുന്നത്. കർത്താവിനെ ഉയർത്തുമ്പോൾ ദൈവം അതെല്ലാം തരും. ഇനിയും കൊടുക്കുക അനേകർക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. പറഞ്ഞു. അക്സ മോളാണോ? എന്റെ മോളുടെ പേര് അക്സ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് ഒക്കെ കഴിഞ്ഞ് പാസ്സായി ഓക്കെ ആയിട്ടിരിക്കുക. ഇതുവരെ ഒരു ഇന്റർവ്യൂ ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടും. ഇന്ന് കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. ഈ അക്സയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു വാക്കുകൂടെ പറഞ്ഞു. ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുണ്ട് ഈ ഒരു മകൾക്ക്. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ മകളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. ഓഗസ്റ്റ് മാസവുമായിട്ട് ആ ആൾക്കൊരു ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരു അക്സയനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞു. ബ്രദറെ, എന്റെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഉണ്ടായ ഒരു സാക്ഷിയാണ്. അവരുടെ മോൻ ഗൾഫിൽ പോയി കുറച്ചു നാളൊക്കെ അവരെ വിളിക്കുകയും അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ വിളിക്കാതെയായി. ഭയങ്കരമായിട്ട് ടെൻഷനിലായിരുന്നു അവര്. പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും വിളിക്കുക, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക ഒന്നും ചെയ്തിരുന്നില്ല. എന്തോ അവരോടൊരു പക ഉള്ളിൽ സൂക്ഷിക്കണ പോലെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആ മോന്. അങ്ങനെ എന്നും എൻ്റെ അടുത്ത് പറഞ്ഞു കരയായിരുന്നു, ചേച്ചി എന്റെ മോനൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തില് ഞാൻ
മോനിൽ എന്ത് ബന്ധനം ഉണ്ടെങ്കിലും അതിനെ ശാസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ തന്നെ ആ മോൻ വിളിക്കാനും ഭയങ്കര സന്തോഷം അനുഭവിക്കാനും ഇടയായി. അപ്പൊ ചേച്ചി എന്നോട് ഇന്നലെ പറഞ്ഞു എന്റെ മോൻ വിളിച്ചു, വീട്ടിലെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു, അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷം. ആ സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സിസ്റ്റർ, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതേപോലെ ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ കൃപ, നമുക്ക് ഈ ഒരു വചനം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് നിങ്ങളെ ഉയർത്തും. ഞാനിപ്പോൾ ഒരു മെസ്സേജ് കണ്ട സഹോദരി, ഞാനിപ്പോൾ ദൈവാത്മാവ് ഷീബ സഹോദരി ഇട്ടതാണോ ഇസബെല്ല എന്നിട്ടേക്കുന്നത്? ഷീബ സഹോദരി ഇട്ടേക്കുന്നത് മോളാണോ? ഇത് മെസ്സേജ് ഞാനിപ്പോൾ കണ്ടതാണ് ടെക്സ്റ്റ് മെസ്സേജിൽ. അല്ല, എന്റെ പേരക്കുട്ടിയാണ്. ഇസബെല്ല അല്ലേ? ഇസബെല്ല. ഓക്കെ, പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ ഇടയായിത്തീരും. ആ കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഇന്നലെ ഞാൻ ദേവാസനോട് പറഞ്ഞായിരുന്നല്ലോ എന്റെ ചർച്ചിലെ ഒരു ആന്റി ഐസിയുയിൽ കിടക്കുന്നെന്ന്. ഇന്ന് രാവിലെ ആന്റി ഇതെല്ലാം നോർമലായി. ആന്റി കണ്ണു തുറക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുവാനിടയായി. ദിവാസനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചോ കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അവനെ തോടും കേട്ടോ. ശരി, ഓക്കെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ പറഞ്ഞു. ബ്രദർ, ഇന്നലെ പഠിപ്പിച്ച കൊരിന്ത്യർ 1:11 അധ്യായം, അതല്ല യേശുവിന്റെ രക്തത്തെ കുറിച്ചും മാംസത്തെ കുറിച്ചും പഠിപ്പിച്ചല്ലോ. അത് ഞാൻ ഇന്നലെ വരെയും ധരിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടുള്ളൊരു ഭയപ്പെടുത്തുന്ന രീതി, അത് കൈപ്പറ്റുമ്പോ. പക്ഷെ ഇന്നലെ പാസ്റ്റർ അത് കേട്ടപ്പോ ഞങ്ങൾ അതിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആരാണ്, പുതിയ നിയമത്തിലെ ഞങ്ങളുടെ ആ പൗരത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു പാസ്റ്റർ. അത് കഴിഞ്ഞിട്ട് 27 മുതൽ 30 വരെയുള്ള അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു പാസ്റ്റർ. അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ മുമ്പാകെ നമ്മളെ സംബന്ധിച്ച് കുറ്റക്കാരനാകുമെന്നുള്ളതൊക്കെ ഉണ്ടല്ലോ പാസ്റ്റർ. അതുകൂടെ പഠിപ്പിച്ച് തന്ന ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളിത് തുടങ്ങിയതുള്ളൂ. പുതിയ നിയമം തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒത്തിരി ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പലരും എനിക്ക് വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ഈ പുതിയ നിയമ വിശ്വാസത്തെപ്പറ്റിയും രക്ഷയെപ്പറ്റി, സ്നാനത്തെപ്പറ്റി, ദശാംശത്തെപ്പറ്റി, കൊടുക്കലിനെ പറ്റി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടത്തിൽ കർത്തൃമേശയൊക്കെ വരും. അതുകൊണ്ടാണ് ഈ വചനത്തിൽ തന്നെ ആദ്യം തുടങ്ങിയത്. അപ്പൊ കർത്താവായ യേശുവിൽ നമ്മൾ ആരാണ്? അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ കൃപാവരങ്ങൾ ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വർദ്ധിക്കും. നിങ്ങളുടെ ആത്മീയമായി നിങ്ങൾ ദർശനങ്ങൾ കാണും. നിങ്ങളുടെ എല്ലാവരും ഞാൻ പറയുവാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ ദർശനങ്ങൾ വർദ്ധിക്കാൻ. ഇത് കേൾക്കുമ്പോൾ ഇത് നിയമമാണ്. ഈ നിയമത്തിലുള്ളവർക്ക് ഇതെല്ലാം ആക്ടിവേറ്റ് ആകും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇത് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. ആമേൻ. അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം നമ്മൾ തൊട്ടിരിക്കുന്നത് കർത്താവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിലാണ് തൊട്ടിരിക്കുന്നത്. ഈ നിയമം വലിയ ശക്തിയുള്ള നിയമമാണ്. പിശാച് പേടിക്കുന്ന ഒരു വാക്കാണ് കർത്താവിന്റെ രക്തം. ആമേൻ. അതുകൊണ്ട് നമുക്കത് വലിയ പ്രതീക്ഷയോടെ. അപ്പൊ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും കേട്ടോ. കർത്താവ് വേണ്ടിയിരിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിന്? ഹലോ, പറഞ്ഞു. ബ്രദറെ, ഈ പാമ്പിന്റെ ബന്ധനം ഉണ്ടെങ്കിൽ ഏത് വചനമാണ് പറയേണ്ടത്? സിസ്റ്റർ, ഏത് ബന്ധനം ഉണ്ടെങ്കിലും സിസ്റ്റർ ലൂക്കോസ് ലീഗയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിലൊന്ന് അയച്ചു കൊടുക്കാവോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഇനി ഏത് ബന്ധനം ഉണ്ടെന്ന് ആര് പറഞ്ഞോട്ടെ, ആര് പ്രവചിച്ചോട്ടെ, എന്നാ പ്രശ്നമാണെങ്കിലും ആ വചനം മുഴുവൻ വചനവും പറഞ്ഞ് സിസ്റ്ററുടെ പേരും കൂട്ടി പറയണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് ആരാണത്, ആ പേര് എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല. ആരെങ്കിലും ആ മെസ്സേജ്, ആ വചനം ഒന്ന് സെൻഡ് ചെയ്യുമെങ്കിൽ സെൻഡ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് പറയണം. അടുത്തയാൾ പറഞ്ഞു. എന്നാ വാക്യം പറഞ്ഞാൽ മതി സിസ്റ്റർ കേട്ടോ. ഏത് വിഷയത്തിന് ഈ വാക്യം പറഞ്ഞാൽ മതി. ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഹലോ ബ്രദറെ, എന്തോ? എന്റെ പേര് സബിത എന്നാണ്. എന്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലാതിരിക്കുവായിരുന്നു. ഇപ്പൊ കർത്താവിന്റെ കൃപയാൽ ബാങ്കിൽ നല്ലൊരു ജോലി കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് വഴി തുറന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാതിലിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, നല്ല പനിയും ഛർദിലും ഇന്ന ദിവസം ഭക്ഷണം കഴിക്കാൻ വരെ പറ്റിയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കണേ.
കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പം തന്നെ ആ പനി വിട്ട് മാറിയതിന് നന്ദി. ഞങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ. ആ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പം തന്നെ കിടക്കേന്ന് എണീക്കട്ടെ. വലിയൊരു ശക്തി വ്യാപരിച്ച് ആ രോഗബന്ധനങ്ങളെ അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ ഇപ്പം തന്നെ ആ പനി വിട്ട് മാറിയിരിക്കുന്നു കേട്ടോ. ആമേൻ, ആമേൻ. ചാടി എണീറ്റു. ഗോഡ് ബ്ലെസ് സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, സ്തോത്രം. പറഞ്ഞു. എനിക്കൊരു സാക്ഷി പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് അനു എന്നാണ്. അപ്പൊ എനിക്ക് ഈ കണ്ണിന്റെ കാറ്ററാക്ട് ആയിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് 3 വർഷത്തില് കൂടുതലായി. അപ്പൊ ഞാനിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 5-6 എനിക്ക് വേണം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കേൾക്കാലല്ല ബ്രദറെ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞപ്പോ 3 വർഷത്തിൽ കൂടുതലായി അത് മാറുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈ സൂം മീറ്റിന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 1 month ആയി. അപ്പം ഇപ്പൊ ഈ അറ്റൻഡ് ചെയ്ത് ഞാൻ എന്നും ഇങ്ങനെ ഈ കൈ ഇങ്ങനെ കണ്ണീര് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുക്രിസ്തു തിരുമുറിവിനായി സൗഖ്യം വന്നിരിക്കുന്നു ഇങ്ങനെ. അത് ഏത് സമയം ഓർക്കുമ്പോ എല്ലാം കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി എനിക്ക് കാണുവാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് സകല മഹത്വം എന്റെ കർത്താവിനാണ്. ഹല്ലേലൂയ. കാരണം ഞങ്ങളെ ബ്രദറാണെങ്കിൽ ഇങ്ങനെ വചനം പറഞ്ഞ് ഇങ്ങനെ അത് ചെയ്യിപ്പിക്കാൻ തന്നെ ഞങ്ങളെ കൊണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കാനുള്ള. അപ്പൊ നമ്മൾ തന്നെ ചെയ്തു പോകുക. വചനങ്ങൾ എന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അതല്ലാത്ത സമയങ്ങളെല്ലാം എഴുന്നേറ്റ് വരുമ്പോഴേ വചനം പിടിച്ചു പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് പറ്റുന്നത് തന്നെ. അപ്പൊ വലിയൊരു അത്ഭുത ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ഭവനത്തെ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതോടൊപ്പം തന്നെ എന്റെ മകനും ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് അകന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ അറിയത്തില്ല. ഹല്ലേലൂയ, മാനസികമായിട്ട് ഇച്ചിരി അകൽച്ച പോലെ അതുകൊണ്ട് ആ മകനും മടങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മടങ്ങി വരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. 3 വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 1 മാസമായിട്ട് സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറുന്നതാണ്. പക്ഷേ സിസ്റ്റർ വചനം കേട്ടൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കൈ വെച്ചേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ രോഗം മാറിയിരിക്കും. സിസ്റ്റർ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല മടുത്തു പോകരുത് കേട്ടോ. ഇത് ഈ സാക്ഷി നമുക്കൊരു ബലമാണ്. സിസ്റ്റർ എന്ത് ചെയ്തു? ഒരു തവണ പ്രാർത്ഥിച്ച് നിർത്തിയില്ല. സിസ്റ്റർ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? 3 വർഷമായിട്ട് മാറാത്ത ആ ബുദ്ധിമുട്ട്, ഓപ്പറേഷൻ നിമിത്തം ഉണ്ടായ എന്തോ ഒരു എഫക്റ്റ്, അത് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ കർത്താവ് തൊട്ടു പൂർണ്ണ സൗഖ്യമാക്കുവാൻ ഇടയായിരുന്നു. സിസ്റ്ററെ ഇനി ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം. തലമുറകളെയൊക്കെ കർത്താവ് അവകാശമായിട്ട് തരും. ഇതേ വിശ്വാസം ഉപയോഗിച്ചോണം, പറഞ്ഞോണം, അത് കാണും കേട്ടോ. കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ദുബായിലാണ്. എന്റെ മകന്റെ മോൾക്ക് 7 മാസം തൊട്ടിട്ട് തുടങ്ങിയ എക്സിമ ആയിരുന്നു. ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അവൾക്ക് 7 വയസ്സായി. അപ്പൊ ഇത്രയും കാലം ഞങ്ങൾ മരുന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ പാസ്റ്ററിന്റെ ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഞങ്ങൾ അവളോട് തന്നെ ഇപ്പൊ പറയും, മോള് തന്നെ പറയും, കൈ വെച്ചിട്ട് പറയേ, പ്രാർത്ഥിക്കേ, യേശുവിന്റെ അടിപ്പണര എനിക്ക് സൗഖ്യം വന്നു എന്ന് പറയേന്ന് പറഞ്ഞു. അവളെ കൊണ്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ അവളെ കൊണ്ട് തന്നെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പൊ അവൾക്ക് പരിപൂർണ സൗഖ്യം. അവൾക്ക് എന്നും ഞങ്ങള് ചോറ് ഉരുള കൂട്ടിയിട്ട് വായിൽ കൊടുക്കണം. കൈ കൊണ്ടൊന്നും തിന്നാൻ പറ്റത്തില്ല. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഉച്ചയ്ക്ക് വന്നാലൊക്കെ ഭക്ഷണം കൈകൊണ്ട് ഞങ്ങൾ ഉരുള കൂട്ടി കൊടുത്തിട്ടേ അവൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ വിരലുകളും ഒക്കെ പഴുത്ത് ചീഞ്ഞ് എപ്പോഴും ഇരിക്കും. ആയുർവേദം കുറെ ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് കുറെ ചെയ്തു, എല്ലാം ചെയ്തിട്ടും ഒരു സൗഖ്യവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവൾക്ക് ഈ ബ്രദറിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം മെസ്സേജ് കേട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും അവളെ കൊണ്ടും പറയിപ്പിക്കും, ഞാനും പറയും. അങ്ങനെ പറഞ്ഞു പരിപൂർണ സൗഖ്യം. ഇപ്പൊ അവള് തനിയെ ഭക്ഷണം കഴിക്കുന്നു. വലിയ സന്തോഷം. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 7 മാസം തൊട്ട് തുടങ്ങിയ അസുഖമായിരുന്നു. ഇപ്പോഴാണ് സൗഖ്യം അവൾക്ക്. എക്സിമയായിരുന്നു. കുറെ ചികിത്സ ഞങ്ങൾ നടത്തി. കുറച്ചൊന്നും മാറും, പിന്നെയും വീണ്ടും വരും. അങ്ങനെ കഴിക്കാൻ തീരെ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ പരിപൂർണ സൗഖ്യം ദൈവം കൊടുത്തു അവൾക്ക്. പ്രാർത്ഥിച്ച പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു തന്നത് വളരെ നന്ദി. ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്.
ആമേൻ. തീർച്ചയായിട്ടും അത് വലിയ സാക്ഷ്യമാണ്. ആ കുഞ്ഞിന് 7 മാസം മുതൽ തുടങ്ങിയ അസ്വസ്ഥതയാണ്. ഇന്ന് 7 വയസ്സുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാളായിട്ട് നിങ്ങൾ കേട്ടല്ലോ, സൗകര്യം പറഞ്ഞ കുഞ്ഞിൻ്റെ അവസ്ഥ കേട്ടല്ലോ. പക്ഷേ നിർത്തിയില്ല. 3 നേരം മരുന്ന് കൊടുക്കുന്നത് പോലെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു രക്ഷയില്ല. പക്ഷെ വചനം പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇന്ന് കേട്ടതുപോലെ തന്നെ പരിപൂർണമായിട്ടുള്ള സാക്ഷ്യം യേശു കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ സൗഖ്യം നമ്മുടെ ആവശ്യമല്ല, അവകാശമാണ്. കൈ വെച്ചേ പറ്റത്തുള്ളൂ. രോഗക്കിടക്കേ രോഗമാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എണീറ്റേ പറ്റത്തുള്ളൂ, സൗഖ്യമായ പറ്റത്തുള്ള കാര്യം. യേശു മുറിവേറ്റു, യേശു അടികൊണ്ടു, യേശു തകർക്കപ്പെട്ടത് എനിക്കും നിങ്ങളുടെയും രോഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് കൈവച്ചോണം. മകൾക്ക് കൊടുത്ത വലിയ സൗഖ്യം കേട്ടോ സിസ്റ്ററെ. ഇനി അത് അനേകരോട് പറയണം, അനേകരെ കാണപ്പെടണം. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയായിരുന്നു, പക്ഷേ യേശു തൊട്ടു. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം, ധൈര്യത്തോടെ പറഞ്ഞോണം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ വൻ കാര്യങ്ങളെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനേകയിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ കൂടെ പറഞ്ഞു, നിങ്ങളുടെ കൈ തരിക്കണം. രോഗികളെ കാണുമ്പോൾ കൈ തരിക്കണം. നിങ്ങളുടെ കാത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റർ, അത് ഞാൻ റിമൂവ് ചെയ്യുവാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ, എനിക്കും പരിചയമില്ല, നിങ്ങൾക്കും പരിചയമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ചാറ്റിങ്ങോ വല്ലതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ടൊന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് അറിയാവുന്ന ആൾക്കാരെ മാത്രം വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു സിസ്റ്ററോട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങളത് വിട്ടാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ, പ്രയർ ഗ്രൂപ്പ്, അതിൽ മാത്രം ജോയിൻ ചെയ്യുക. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, പരിചയമില്ലാത്ത ആൾക്കാരൊന്ന് ജോയിൻ ചെയ്യും. നമുക്ക് പിന്നെ അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ചാറ്റിങ്ങിൽ വിഷയം വന്നാൽ നമുക്കത് എന്താ പറയുന്നത്, പിന്നെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ വേഗത്തിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. ബ്രദറെ, എന്റെ ഭർത്താവ് ഭയങ്കര കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. എന്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. രാത്രി ജോലിയും കഴിഞ്ഞ് വന്ന ഭയങ്കര വഴക്കും ബഹളവുമാണ്. ജോലി ചെയ്താൽ കിട്ടുന്ന സാലറി ഒന്നും കൊണ്ട് തരത്തൊന്നുമില്ല. ഭയങ്കര മദ്യപാനിയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? അതിനുവേണ്ടിയുള്ള വചനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സിസ്റ്റർ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും എന്നൊരു വാക്യമുണ്ട്. യോശുവയുടെ പുസ്തകം ആരെങ്കിലും ഉണ്ട് സെൻഡ് ചെയ്യുക. 2 കർത്താവായ യേശുവിൽ വിശ്വസിക്കും, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ ഇതിൽ തന്നെ വലിയ സാക്ഷ്യമുണ്ട്. നമ്മുടെ ഷിജിസ്ത്രം സഹിച്ചാലും ഒക്കെ വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വചന സൗകര്യ വാക്യം ഇട്ടിട്ടുണ്ട്. ആ വചനങ്ങൾ പറഞ്ഞ് രഥസൗകര്യ വാക്യം ഇട്ടിട്ടുണ്ട്. വചനങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും അവകാശം പറഞ്ഞു കർത്താവ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കുടുംബത്തെ ഞാൻ അവകാശമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യും, കർത്താവിനെ സ്തുതിക്കും. അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ തന്നെ വരും കേട്ടോ. കർത്താവിനെ. റേച്ചൽ സിസ്റ്ററെ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. സിസ്റ്റർ മ്യൂട്ട് അല്ല, സിസ്റ്റർക്ക് പറയാം കേട്ടോ. സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞു. ഇത് മ്യൂട്ട്, സിസ്റ്റർക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. എല്ലാവരും അൺമ്യൂട്ട് ആണല്ലോ, നോക്കി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദർ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ബ്രദർ, ഞാൻ പറഞ്ഞോട്ടെ? എന്റെ കസിന്റെ മരുമോനാണ് ചാൾസ് എന്ന് പേരുള്ളത്. കാനഡയിലാണ്. അവർക്ക് 8 വർഷമായിട്ട് മക്കളില്ല. പ്രാർത്ഥിച്ചു സിസ്റ്റർ. അവരോട് പറയണം, കർത്താവ് അത്ഭുതം ചെയ്യുന്നു പറയണം. ഉദരവലത്തെ ദൈവം തുറക്കും. ഇതുപോലെ പ്രാർത്ഥനയിൽ കർത്താവ് ഇന്ന് വെളിപ്പെടുത്തിയതാണ്. പ്രാർത്ഥനയോട് ഇരുന്നോന്ന് പറ, കർത്താവ് തരുമെന്ന് പറ കേട്ടോ. തലമുറ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ അനേക രോഗികൾക്കൊരു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് വേണ്ടിയൊക്കെ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് വിടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ഇറക്കി പ്രാർത്ഥിച്ച ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായി. ഹെർപ്പസ് സിംപ്ലക്സ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇത് ചുണ്ടത്ത് വരുന്നതാണ്. അത് ചുണ്ടത്ത് ഏതെങ്കിലും ബോഡി പാർട്സിലാണ് വരുന്നത്. ഒന്ന് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വരാം. എനിക്ക് ഒത്തിരി പ്രാവശ്യം റെക്കറക്റ്റായിട്ട് വന്നിട്ടുള്ളതാണ്. അന്നേരം ഈ ഹെർപ്പസ് വന്ന് ആരെങ്കിലും കാണുമ്പോൾ ഞാനത് മാസ്ക് വെക്കും, അല്ലെങ്കിൽ അവിടോട്ട് എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് കിട്ടും. അത് എൻ്റെ ഒരു ഫ്രണ്ട് കുറിച്ചുകൊണ്ട് അവർക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് വന്നു കഴിയുമ്പം അവൾ മാറിപ്പോകും. നമുക്കും പെട്ടെന്ന് തന്നെ വരും. വന്നു കഴിയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്കത്. ചുണ്ടിന് ഭയങ്കര ഒരു ഇച്ചിങ്ങും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ. ഞാനത് എനിക്കത് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നി. ഞാൻ അവിടെ ആ ചുണ്ടിൽ തന്നെ കൈ വെച്ചു. എനിക്ക് മാസ്ക് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊരു ക്ലോസ്ഡ് റൂമിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. യേശുവിന്റെ തിരുമുറിവിനാണ് ഒരു സൗഖ്യം ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ആ വചനത്തിൽ എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് എനിക്ക് ഈ നാടുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കൊടുക്കണമേ കർത്താവേ
ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നേ പറയാറുള്ളായിരുന്നു. പക്ഷെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തമ്പുരാന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ സാധിച്ചു. അത് പെട്ടെന്ന് അങ്ങ് ചുറ്റി. പിറ്റേ ദിവസം ഞാൻ ദർശനം കണ്ടു. അവിടെ അച്ഛൻ അങ്ങ് ഡ്രൈ ആയിട്ട് മാറിയതായിട്ട് ഞാൻ കണ്ടു. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചേടി കുഞ്ഞെ എങ്ങനെയുണ്ട് നിന്റെ? ചേച്ചി അതങ്ങ് മാറി ചേച്ചി എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് മരുന്ന് പുരട്ടാത്തത് മാറുന്നത്, യേശുക്രിസ്തു എനിക്ക് സൗഖ്യം തന്നു എന്ന് അവളും പറയാനിടയായി. അതുപോലെ എനിക്ക് ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഇത് ലിങ്ക് അയച്ചു കൊടുക്കുവാൻ ദൈവം തമ്മിൽ എനിക്ക് ഓരോ വ്യക്തികളെ എനിക്ക് ഒരുക്കി തരുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ എനിക്ക് ഈ ഇടയ്ക്കാണ് BP ഇച്ചിരി ഹൈ ആയിരുന്നു. അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ നാട്ടിൽ പോയപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഹൈ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ പിന്നെ അത് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പോയായിരുന്നു. അന്നേരം സ്റ്റിൽ ഹൈ ആണ്. അപ്പം 10 mg ആക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കി 10 mg ആക്കാം. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എൻ്റെ BP നോർമൽ ആയിരിക്കുന്നതിന് മേലെ ഞാൻ മെഡിസിൻ എടുക്കത്തില്ല എന്ന് ഡിക്ലെയർ ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ 1 മാസമായി ഞാൻ മെഡിസിൻ 1.5 മാസം ഞാൻ മെഡിസിൻ നിർത്തിയിട്ട് ഈ വചനത്തിൽ ഉറച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് മെഡിസിൻ എടുക്കുവാൻ എനിക്ക് തോന്നിയില്ല. ദൈവത്തിന്റെ കൃപയാൽ അത് ഞാൻ എടുത്തില്ല. കഴിഞ്ഞ ദിവസം ഭയങ്കര ബിസിയായത് യൂണിറ്റിലെ ആ ഓട്ടവും ചാട്ടവും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ BP നോക്കുമ്പം എൻ്റെ നോർമൽ BPയിലാണ് നിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം. അതുപോലെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, എൻ്റെ മകള് ഈ ഗ്രൂപ്പിൽ കയറുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ആദ്യമേ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അവള് 2 ദിവസം കയറിയിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവളെ ആകർഷിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. പിന്നെ അവൾ കയറാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് വെച്ചാൽ ഈ വേർഡ്സുകൾ പറയുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇന്നലത്തെ യൂട്യൂബിൽ അവൾ കേട്ടിട്ട് അവൾക്ക് മനസ്സിലായില്ല. കൊരിന്ത്യൻസിൽ എന്നോട് മമ്മി അതേതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇത് സൂമിലാണെങ്കിൽ സിസ്റ്റർ അയച്ചു കൊടുക്കുമല്ലോ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നത്. എനിക്ക് മീറ്റിംഗ് കയറാൻ പറ്റിയില്ല, ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് ദൈവത്തിന്റെ കൃപയിൽ ഞാൻ പറഞ്ഞു കൊടുത്തത് ഒന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അത് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നുന്നു. അതൊരു റിക്വസ്റ്റാണ്. ഞങ്ങളെ സഹായിക്കും. ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേസിയിലേക്ക് ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. തീർച്ചയായും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ സിസ്റ്റർ എന്ത് ചെയ്യായിരുന്നു? പേടിയായിരുന്നു. രണ്ടാമത്തെ കാര്യം, സാധാരണ പ്രാർത്ഥന കർത്താവെ അവരെ സൗഖ്യമാക്കണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വചനത്തിന്റെ തിരിച്ചറിവ് കിട്ടിയപ്പം എന്നിലൂടെയും കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൈവച്ചു പ്രാർത്ഥിച്ചു. കാണുക മാത്രമല്ല, പ്രാർത്ഥിക്കുകയും ദർശനം കാണുകയും ചെയ്ത് ആ മുറിവ് ഉണങ്ങുന്നത് പിറ്റേ ദിവസം തന്നെ അത് സൗഖ്യമായി. BPയുടെ കാര്യം സിസ്റ്റർ പറഞ്ഞു, ടെസ്റ്റ് ചെയ്തു, അത് കർത്താവിന്റെ കൃപയാൽ നോർമലായി. മകളുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവാണ്. ഈ ദിവസങ്ങളിൽ നമ്മളത് ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതൊക്കെയും വരുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ എല്ലാം നടക്കും. എന്തായാലും കർത്താവ് വലിയ സാക്ഷ്യമാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ആ ഇടങ്ങളിൽ രോഗികളെ കാണുമ്പോൾ നമുക്കൊരു കൈ പെരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തിരുതറി വചനം പറഞ്ഞാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ കൈയാണിത്. ബൈബിൾ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ, ഈ കൈയുടെ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തണം, ഈ കൈയുടെ കാര്യം പറയുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, എൻ്റെ കൈയുടെ കാര്യമാണ് കർത്താവ് പറയുന്നു. പറ ആമേൻ. മർക്കൂസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16, 17, 18 ഒക്കെ ഒന്ന് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന ആൾക്കാരായ നമ്മളെപ്പറ്റി പറയുകയാണ്. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ കൈയാണ് വെക്കാനുള്ള കൈ. ഈ കാലഘട്ടത്തിൽ എൻ്റെ കൈയാണ് രോഗികളുടെ മേൽ. ഈ 2 കൈയും കർത്താവിന് വേണ്ടി രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള കൈകളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. കൈ വെച്ചോണം. മരിച്ചത് പൊങ്ങി വന്നിരിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി അവിടെ നിറയും. കർത്താവിന്റെ നാമത്തിൽ അത്ഭുതമായി തീരും. ഗോഡ് ബ്ലെസ് യു. റേച്ചൽ സഹോദരി, ഞാൻ മ്യൂട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ സിസ്റ്റർക്ക് എനിക്കറിയത്തില്ല. സിസ്റ്റർ കുറച്ചേരോട് എന്നോട് പറയുന്നുണ്ട്. സിസ്റ്ററുടെ മോന ബെൻസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് സിസ്റ്റർ ഞാൻ നോക്കിയിട്ട് അൺമ്യൂട്ട് ആകുന്നില്ല. സോറി, ഇവിടെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. സിസ്റ്ററുടെ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സിസ്റ്റർക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. റേച്ചൽ ജേക്കബ് എന്നുള്ള സഹോദരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടുന്ന് നിങ്ങളെല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി? നിങ്ങൾക്കെല്ലാം മ്യൂട്ട് ആക്കിയിട്ട് മ്യൂട്ട് മാറ്റി നോക്കി. ഓക്കെ, റേച്ചൽ സഹോദരി, ഞാൻ ഇവിടെ അൺമ്യൂട്ട് ആക്കിയിട്ടില്ല ഇപ്പം. എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ എന്നാന്ന് എനിക്ക്, അല്ലെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കയറി നോക്കി. ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് സിസ്റ്റർ ഒന്ന് കയറി നോക്കി. കർത്താവിലേക്കിട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ.
ബ്രദറെ ഈ വീട്ടിൽ കുടുംബത്തുള്ള ഡിസ്ഹാർമണി, ഡിവിഷനും ഡിസഗ്രിമെന്റ് ഒക്കെ മാറാനുള്ള വചനം ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് തിരിഞ്ഞില്ല സിസ്റ്ററെ. ഈ കുടുംബത്തെ സമാധാനം ഇല്ലാതെ ഒരു ഡിവിഷനും ഡിസ്ഹാർമണിയും ഡിസഗ്രിമെന്റും ഉത്തരവാദിത്വം എടുക്കായ്മയും കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്ക് മാറാനുള്ള ഒരു വചനം പറഞ്ഞു തരാമോ? സിസ്റ്റർ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിച്ചാൽ മതി. എന്റെ അതിക്രമ നിമിത്തം കർത്താവ് മുറിവേറ്റു, എന്റെ അകൃത്യ നിമിത്തം കർത്താവ് തകർന്നിരിക്കുന്നു, എനിക്ക് സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവിന്റെ മേലായി. ആ വാക്യമുണ്ട്. ആ ഒറ്റ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. തുടർമാനമായിട്ട് ആ വാക്യം മുതൽ പറയണം. യെശയ്യാവ് 53-ന്റെ 3, 4, 5 മുതൽ താഴേക്ക് വായിച്ചോണം. അതിൽ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ മുതൽ നോട്ട് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരുന്നോണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂശിന്റെ രക്തമാണ്, അതിന്റെ ശക്തി കുടുംബത്തിൽ വ്യാപരിക്കും. സകല കാര്യങ്ങളും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദറെ, എൻ്റെ പേര് ജേക്കബ് ഡാനിയൽ. ഞാൻ ഫൈനാൻസിന്റെ വിഷയത്തിൽ അതിഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഒരു വലിയ അത്ഭുതം, ദൈവത്തിന്റെ ഒരു മഹാ അത്ഭുതം കാണുവാനായിട്ട് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കാതോടെ ചേർത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ബ്രദറെ, കർത്താവ് അത്ഭുതം ചെയ്യും. ബിൻസി സഹോദരി വാക്യം ഇട്ടിട്ടുണ്ട്. സഹോദരി 53 യെശയ്യാവ് 53:5 വാക്യം സിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ബിൻസി സഹോദരി എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിശ്വസിക്കും. നമുക്ക് ഒരുമിച്ച് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞ സഹോദര, ഇന്നു മുതൽ പറഞ്ഞോണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. ഇതിങ്ങനെ മാറി മാറി പറഞ്ഞോണം. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ സകല കടഭാരത്തെ ഞെരുക്കത്തിന്റെ മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. പറഞ്ഞുകൊണ്ടിരുന്നോണം, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. ഇത് വചനമാണ്. ഈ വചനം നമ്മളായിരിക്കുന്ന നിയമത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. കർത്താവ് വചനം പറയുമ്പോൾ പ്രിയ മകൻ്റെ മേൽ തുറന്നു വരുമല്ലോ, അത്ഭുത സാക്ഷ്യമായിട്ട് തീരും. വായ്പ മേടിക്കത്തില്ല, കൊടുക്കുന്ന മകനായി തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് വണ്ടിയിലേക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. റീത്ത സൗകര്യമുണ്ട്. ആ വാക്യം 28-12 ഇട്ടിട്ടുണ്ട്. ആ വാക്യം കാണാൻ പറ്റുന്ന അസാരം ഏറ്റെടുത്തോണം. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അതെ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, വയനാട്ടിലെ സംഭവം ഉരുൾപൊട്ട് കഴിഞ്ഞ പിന്നെ വാർത്തയിലൊക്കെ ഇടയ്ക്ക് പറയും, എറണാകുളത്തും ഇതേപോലെ വലുത് വരുന്നുണ്ട്, മുല്ലപ്പെരിയാർ പൊട്ടുന്നു, മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ കോടികളാ ജനം നശിക്കുക എന്നൊക്കെ ഇടയ്ക്ക് വാർത്തയിൽ പറയണ്ട. അത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയം വരുന്നു. സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥന കർത്താവ് എൻ്റെ ദേശത്ത്, എൻ്റെ രാജ്യത്ത്, അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞത് നാം ആ രാജ്യത്തിനും അധികാരികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ സഹോദരി പ്രാർത്ഥിക്കുന്ന, കർത്താവ് എൻ്റെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം എന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്, ഞാനാണ് എൻ്റെ ദേശത്തിൻ്റെ കാവൽക്കാരൻ, ഞാനാണ് എൻ്റെ രാജ്യത്ത്, ഞാൻ ഏത് രാജ്യത്തിരുന്നാലും അതെല്ലാം, നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും, ചിലപ്പോൾ നിങ്ങൾ വേറെ മിഡിൽ ഈസ്റ്റ് ആയിരിക്കും, യൂറോപ്യൻ കൺട്രിയിൽ ഇന്ത്യയിലായിരിക്കും, കേരളത്തിലായിരിക്കാം, എവിടെയാണെങ്കിലും നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ പേടിക്കണ്ട. കർത്താവെ, ഞാൻ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു, ഒരനർത്ഥവും വരത്തില്ല, എൻ്റെ ദൈവമേ അങ്ങ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. നമ്മൾ ഭയപ്പെട്ടിരിക്കില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി സഹോദരി, ഭയം വേണ്ട കേട്ടോ. എന്നിട്ട് എപ്പോഴും പറയാം, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഇല്ല ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, എൻ്റെ ദേശത്ത് വരത്തില്ല, എൻ്റെ പട്ടണത്തിൽ വരത്തില്ല, ഞാൻ ഉള്ളത് കൊണ്ട് ദൈവം സൂക്ഷിക്കുമെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, കർത്താവിലേക്കട്ടെ. സൗകര്യ വാക്യം ഇട്ടിട്ടുണ്ട്. റീത്ത സൗകര്യ 99-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ മസ്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അവള് കുവൈറ്റ് നേഴ്സാണ്. അവള് പ്രൈവറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവർക്ക് ലൈസൻസിന്റെ ഒരു പ്രശ്നം വന്ന് ഹോസ്പിറ്റലിൽ. അപ്പൊ ലൈസൻസ് പുതുക്കാൻ താമസിച്ചുകൊണ്ട് ഡോക്ടറെ അവര് അറസ്റ്റ് ചെയ്യുകയും പിന്നെ മോക്കും കൂടെ ആ കേസിന്റെ ഇത് വരികയും ചെയ്തു. ആ കേസ് ഇതുവരെ അവൾക്ക് അത് പൂർണ്ണമായിട്ട് ഇതിന് വിടുതൽ കിട്ടിയിട്ടില്ല. അപ്പൊ 2 മാസമായിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ ഈ പേപ്പർ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനത് പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്.
തീർച്ചയായിട്ടും സിസ്റ്ററേക്കാൾ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരുമിച്ചൊന്ന് കൽപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ കുരുക്കുകളെ അഴിച്ചതിന് നന്ദി. എല്ലാ കുരുക്കുകളും മാറ്റി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ. അതിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ തന്നെ പ്രിയമകൾ റിലീസാകട്ടെ. എല്ലാ പ്രോബ്ലംസും നീങ്ങി ഇന്ന് സങ്കടത്തോടെ പറഞ്ഞ മാതാവ് നാളെ കർത്താവ് ചെയ്ത വലിയ സാക്ഷ്യം പറയുവാൻ റെഡിയാകട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പ്രാർത്ഥനയോടെ തന്നെ പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എനിക്കറിയാം ഇനിയും സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടൈം ഇവിടെ കഴിഞ്ഞു. നാളെ നമുക്ക് കേൾക്കാം. ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. യൂട്യൂബിലായിക്കോട്ടെ കേൾക്കുന്നവർ ചിലരിങ്ങനെ സാക്ഷിയിടും, ബ്രദർ എനിക്ക് ഒത്തിരി അത്ഭുതം കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് അങ്ങനെ അയക്കരുത്. നിങ്ങൾക്ക് എന്താണോ കർത്താവ് ചെയ്തത് അതെനിക്ക്, കാര്യം ഞാൻ ചിലപ്പോൾ റിപ്ലൈ അയച്ചതിന് ശേഷം പിന്നെ എനിക്ക് ആ മെസ്സേജ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും, താമസിച്ചായിരിക്കും നിങ്ങളുടെ റിപ്ലൈ കാണുന്നത്. നിങ്ങൾക്ക് എന്താണോ ദൈവം ചെയ്തത് കഴിവതും നിങ്ങളൊരു കാര്യം ചെയ്യുക. സാക്ഷ്യം ഉണ്ടാകുന്നവർ നിങ്ങൾക്കൊരു വീഡിയോ പോലെ ഫോണിൽ അയക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമാണ്. നിങ്ങൾ ഒത്തിരി നീട്ടിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് സംസാരിക്കാൻ കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കർത്താവ് നിങ്ങളെ തൊട്ടത് നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട. യേശു നമ്മളെ തൊട്ടത് നമ്മൾ വെളിപ്പെടുത്തണം. കർത്താവ് നമുക്കൊരു സൗഖ്യം തന്നാൽ നമ്മളത് എന്ത് ചെയ്യണം? ഉയർത്തണം. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മരിക്കേണ്ടതായിരുന്നു, രോഗം ഒരിക്കലും നിങ്ങളെ വിട്ട് മാറാത്തതായിരുന്നു, പക്ഷേ യേശു നിങ്ങളെ തൊട്ടത്. നമ്മൾ ഒരു ലജ്ജയും കാണിക്കരുത്. കഴിവതും നിങ്ങൾ അങ്ങനെ ചെയ്യുക. യൂട്യൂബിൽ കേൾക്കുന്നവർ നിങ്ങളൊരു ജസ്റ്റ് അങ്ങനെ അയക്കരുത്. എനിക്ക് ഒത്തിരി അത്ഭുതം കർത്താവ് ചെയ്തു എന്ന് പറഞ്ഞ് സാക്ഷ്യം അയക്കും. അത് എനിക്കത് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കത് ഒരു വിശ്വാസമായി മാറുന്നില്ല. കാര്യം ബൈബിൾ പറയുന്നു ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കഴിവതും സാക്ഷ്യം ലഭിച്ചവർ, നിങ്ങൾ സൂമിൽ പറയുന്നവരാണെങ്കിൽ പോലും കഴിവെങ്കിൽ നിങ്ങളൊരു വീഡിയോ പോലെ അയക്കുവാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു സാക്ഷ്യം കാണുന്നവർ, ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. കാര്യം നിങ്ങൾ ഈ പറയുന്ന രോഗസൗഖ്യങ്ങൾ ഇതേപോലെ തകർന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, രോഗികളായിരിക്കും ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെയും സൗഖ്യമാകുവാൻ ഇതെല്ലാം ഇടയായിത്തീരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ സാക്ഷ്യങ്ങൾ അയക്കുമ്പോൾ നന്നായിട്ട് അയക്കുക. ഈ സൂമിലുള്ളവരും അങ്ങനെ അയക്കുക. എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, അനേകർക്ക് അത് കാണാൻ പറ്റും. നിങ്ങളുടെ സാക്ഷ്യം വലുതാണ്, ദൈവം നിങ്ങളെ തൊടുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. അനേകരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവരായിക്കോട്ടെ, ഫേസ്ബുക്കിൽ കാണുന്നവരായിക്കോട്ടെ, പ്രയർ ലീഗ് കയ്യിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുക. തകർന്നിരിക്കുന്ന ഭവനത്തിൽ പോയിട്ട് നിങ്ങൾ യേശുവിനെ കൊടുക്കുക, സുവിശേഷം കൊടുക്കുക. ആ ഭവനത്തെ കർത്താവ് തൊടും. നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ട് കേട്ടോ. സുവിശേഷം കൊടുക്കുന്നയാൾക്ക് ബൈബിൾ പറയുന്നു കർത്താവ് പ്രതിഫലം തരും. നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. മനുഷ്യൻ തരുന്ന പ്രതിഫലമല്ല, ദൈവമാണ് തരുന്നത്.